എന്തുണ്ട് പുതിയ വർത്തമാനങ്ങൾ? സന്തോഷമല്ലേ? തിരുവിരുന്നിന്റെ പുതിയ എപ്പിസോഡിനായി കാത്തിരിക്കുകയായിരിക്കുമല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ഏവർക്കും തിരുവിരുന്നിലേക്ക് സ്വാഗതം. ഹായ് ജീസസ്. ഹലോ ജീസസ്. സുഖാണോ എല്ലാവർക്കും? സിസ്റ്റർ കണ്ടിട്ട് കുറെ നാളായല്ലോ. നിങ്ങൾ പഠിക്കുന്നില്ലേ? ഉണ്ട്. അതുപോലെ സിസ്റ്ററിനും ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ച് നാളായി കണ്ടിട്ടല്ലേ? അതെ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെ വിശേഷങ്ങളൊന്ന് വേഗം പറഞ്ഞേ. സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. എല്ലാരും നന്നായിട്ട് മിടുക്കരായിട്ട് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ അവധിക്കാലമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. കുറെ കളിച്ചു. എന്തൊക്കെ ഗെയിംസ് ആണ്? സാറ്റ് കളിച്ചു, ഷട്ടിൽ ബാറ്റ് കളിച്ചു, കസേര കളി, പിന്നെ എന്തൊക്കെയാ? കളിച്ചു. നിങ്ങൾ വലിയ കളിക്കാരാണല്ലോ. എന്നാ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ? ഇനി നിങ്ങൾ കുറെ കളിച്ചു മടുത്തില്ലേ? അത് പറ്റൂല, കളി വേണം. കളി വേണോ? കളിച്ചു മടുത്തില്ല? ഇല്ല. ഇനിയും കളി വേണോ? ഓ, എന്നാ പിന്നെ 6 പേര് വേഗം വാ. എന്റെ കൂട്ടുകാർക്ക് എത്ര കളിച്ചാലും മതിയാവില്ല. കളി എന്ന് പറയുമ്പോൾ തന്നെ എന്താ സന്തോഷം. എന്നാൽ ഉഷാറോടെ നമുക്കൊന്ന് കളിച്ചാലോ? ആദ്യം വരുന്നവർക്ക് മാത്രം ചാൻസ്. വേഗം പോരെ കേട്ടോ. ഓക്കെ, നല്ല ഉഷാറായിട്ട് 6 പേര് വന്നു. ഈ 6 പേർക്ക് ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, നിങ്ങൾ ചെയ്ത ടാസ്ക് എന്താണെന്നറിയാവോ? അവിടെ കുറച്ച് ബലൂൺ സിസ്റ്റർ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബലൂൺ കണ്ടോ? ഇനി 2 പേരായിട്ട് നിൽക്കുന്നു. ബലൂൺ എടുക്കുന്നു, നിങ്ങളുടെ പുറകിൽ ഈ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ബലൂൺ എവിടെ വെക്കുന്നു? അവിടെ 2 ബാസ്ക്കറ്റ് വെക്കും സിസ്റ്റർ. അപ്പോൾ ആ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി നിങ്ങളുടെ ബലൂൺ ഇടുന്നു. അപ്പോൾ ഏത് ജോഡിയാണോ ഏറ്റവും കൂടുതൽ ബലൂൺ ഇടുന്നത് നമുക്ക് നോക്കാം അല്ലേ? ആരാണോ ഏറ്റവും കൂടുതൽ ബലൂൺ ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങൾ റെഡിയാണോ? ടീമുകൾ റെഡിയാണ്? ഓക്കെ, സിസ്റ്റർ 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തുടങ്ങണം. ഓക്കെ, ആർ യു റെഡി? റെഡി? 1 2 3 സ്റ്റാർട്ട്. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് ഇവരെന്ന് പ്രോത്സാഹിപ്പിച്ച്. കൈ മുമ്പിൽ കെട്ടണം കേട്ടോ. കൈ ഫ്രണ്ടിൽ കെട്ടണം. ഇടുന്നത് ശ്രദ്ധിച്ച് 2 കൂട്ടർ ഇട്ടല്ലേ ബക്കറ്റില്? പറന്നു പോയല്ലോ. നല്ല ക്ലാപ്പ് കൊടുത്തു. മെറിനും അശ്മിതയും 2 എണ്ണം വെച്ചിട്ട് പോയി. ശ്രദ്ധിക്ക്. അൽഫോൺസും ആൽവിനും ഓടി വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടോ. ഒന്നും കൂടെ ട്രൈ ചെയ്തോ. ഓക്കെ, ടൈം. ഓക്കെ, നമുക്ക് ഇനി എണ്ണി നോക്കാം കേട്ടോ അല്ലേ? ഒരാൾ വന്ന് ഒന്ന് എണ്ണി നോക്കിക്കേ. ബക്കറ്റിൽ എത്ര അവരെ എത്ര ബലൂൺ ഇട്ടെന്നൊന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 അല്ലേ? ഇതിനകത്ത് 4 എണ്ണം. അതിനകത്ത് 1 എണ്ണം. ഇതിനകത്ത് ഒന്നും വീണില്ല. ഈ ബക്കറ്റിന്റെ ഉടമകൾ ആരൊക്കെയാ ഇതിനകത്ത് നിക്ഷേപിച്ചവര്? ഓക്കെ, അഷ്മിതയും ഏഞ്ചലും ഇസയാണ് 4 ബലൂണുകൾ ആ ബക്കറ്റിൽ നിക്ഷേപിച്ചല്ലേ? അവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. പിന്നെ 1 എണ്ണം ഇട്ടു, ഒന്നും ഇടാൻ പറ്റില്ല. തോറ്റിട്ട് ഇവിടെ ജയം തോൽവിയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് ഇവരെ ഒന്ന് നല്ലൊരു കയ്യടിയോടുകൂടി സീറ്റിലേക്ക് ആനയിക്കാം അല്ലേ? നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ 6 പേർക്ക്. ഓക്കെ, ഇനി വിജയികളോടൊരു ചോദ്യം ചോദിക്കാം അല്ലേ? നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയല്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വിജയിക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? ഒരുമിച്ച് നിന്നോണ്ട് അവിടുന്ന് ഒരുമിച്ച് നിന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട്
പറ്റുന്നത്രയും ബോൾ ഇടാനും സാധിച്ചു. ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവർക്ക് വിജയിക്കാൻ പറ്റിയതെന്നാണ് ഇവർ പറഞ്ഞത് അല്ലേ. അപ്പോൾ മറ്റുള്ളവർ പരാജയപ്പെട്ടു എന്നതിലല്ല, കുറച്ചൊരു എന്താണ് ആ ബലൂൺ എവിടെ വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനം തെറ്റിപ്പോയതല്ല, ഇടുന്ന ഒരു ടൈമിങ്, അതിനകത്തൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം വന്നതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി നിക്ഷേപിക്കാൻ സാധിക്കാത്തത് അല്ലേ. അതിന് വിഷമിച്ചിരിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം നന്നായിട്ട് നിങ്ങൾ ഗെയിം നന്നായിട്ട് ചെയ്തു, അഭിനന്ദനങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓഡിയൻസിന് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായി കളിക്കാൻ പറ്റും. കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവർക്ക് ജയിക്കാൻ പറ്റിയത്. ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അവർക്ക് ജയിക്കാൻ പറ്റിയത്. ഒന്നും കൂടി അടുത്ത് ചേർന്ന് നിൽക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി വിജയം നമുക്ക് ഒന്നും കൂടി അടുത്ത് ചേർന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി വിജയിക്കാൻ പറ്റുമായിരുന്നു അല്ലേ. അപ്പൊ ഈ ചേർന്ന് നിൽപ്പ് ആവശ്യമാണ് അല്ലേ. രണ്ട് വ്യക്തികൾ ചേർന്ന് നിന്ന് ഇപ്പം ടീമായിട്ട് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് പരിചയപ്പെടും അല്ലെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്, അത് നിങ്ങൾ ഊഹിച്ചെടുക്കണം. ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്ന് രക്ഷാകര പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ജീവിതത്തിലുടനീളം മാറാതെ നിൽക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് മറ്റാരുമല്ല, അമ്മയാണ്. നാം എല്ലാവരും ആദ്യം ഉച്ചരിച്ച വാക്കും അമ്മയെന്നല്ലേ. സ്നേഹമായി, വാത്സല്യമായി, തിരുത്തലായി, നല്ലൊരു അധ്യാപികയും കൂട്ടുകാരിയും ഒക്കെയായി അമ്മ നമ്മുടെ കൂടെയായിരിക്കുന്നു. ഈ ഭൂമിയിലെ അമ്മയെ പോലെ നമുക്ക് സ്വർഗത്തിലും ഒരു അമ്മയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈശോയുടെയും നമ്മുടെയും സ്വന്തം അമ്മ പരിശുദ്ധ മറിയം. ഇന്നത്തെ ദിവസം നമുക്ക് അമ്മയെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? നമുക്കൊരുമിച്ച് ആ മാതൃവാത്സല്യം ആസ്വദിക്കാം. എന്താ, റെഡിയല്ലേ? ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ചില വ്യക്തികളുടെ പേര് പറയാമോ? അച്ഛൻ, അമ്മ, സഹോദരി, ടീച്ചേഴ്സ്, കൂട്ടുകാർ. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇനി ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ ജനനം മുതൽ നിങ്ങളുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാളുകൾ, കൂടുതൽ സമയം നിങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച വ്യക്തി ആരാണ്? എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കിയ വ്യക്തി ആരാണ്? അമ്മ. രണ്ടുപേരും ഒരേപോലെ ഉത്തരം പറഞ്ഞു, അമ്മ. അമ്മയുടെ പങ്ക് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ? അമ്മമാരുടെ പങ്കിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അമ്മയുടെ പങ്ക് എൻ്റെ ജീവിതത്തിൽ എന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആരും ചിന്തിച്ചിട്ടില്ലേ? ഒരു അമ്മയില്ലാത്ത വീടിനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ പറ്റുമോ? സ്കൂള് വിട്ടു വരുമ്പോ നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്ന ആരെയാ? അമ്മയെ കണ്ടില്ലെങ്കിൽ ദേഷ്യം വരുവോ? കരച്ചിൽ വരുവോ? ബാഗൊക്കെ എങ്ങോട്ട് എറിയും, എന്നിട്ട് അമ്മേന്ന് വിളിച്ചോണ്ട് ഒരു കരച്ചിലായിരിക്കും അല്ലേ. അപ്പൊ അമ്മമാരെ എന്തുകൊണ്ടാ അമ്മേന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാ? അമ്മയോട് ഇഷ്ടമുള്ളത് കൊണ്ട്. പിന്നെ നിങ്ങൾ വന്നു കഴിയുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മളെ ഏറ്റവും അധികമായിട്ട് കെയർ ചെയ്യുന്ന ആളാരാ? അമ്മ അല്ലേ. അപ്പൊ അമ്മ നമുക്ക് ഈ ലോകത്തില് നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി സ്വന്തം അപ്പനെയും അമ്മേനെയും തന്നു അല്ലേ. ഇനി സ്വർഗീയ അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിന്റെ സമ്മാനമായിട്ട് വേറൊരു അമ്മയെ നൽകിയിട്ടുണ്ട്. ആരാണത്? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ആരുടെയൊക്കെ അമ്മയാണ്? എല്ലാവരുടെയും അമ്മയാണ്. ഈശോയുടെയും എന്റെയും സ്വന്തം അമ്മയാണ് അല്ലേ. ഈ പരിശുദ്ധ അമ്മ എന്റെയും സ്വന്തം അമ്മയാണെന്ന് ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നേ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പരിശുദ്ധ അമ്മ എന്റെയും അമ്മയാണെന്ന്? ഉറപ്പുണ്ടോ? എന്താ ഉറപ്പെന്താ? കാൽവരിയില് കുരിശുമരണം. ഈശോ കുരിശിൽ മരിച്ചു. അപ്പോ ഈശോ ഇങ്ങനെ യോഹന്നാനോട് പറയില്ല, ഇതാണ് നിന്റെ അമ്മ എന്ന് പറയുന്നത് ലോകത്തേക്ക് മൊത്തമായിട്ട് ഈശോ തന്നതാ. ഓക്കെ, ഈശോ യോഹന്നാനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ, അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ആ യോഹന്നാന്റെ സ്ഥാനത്ത് എന്നെയും നമ്മളെ ഓരോരുത്തരെയുമാണ് ഈശോ അവിടെ പ്രതിനിധാനം ചെയ്തത് അല്ലേ. ഈശോ
ഈശോയുടെ സ്വന്തം അമ്മയെ ലോകം മുഴുവൻ്റെയും അമ്മയായിട്ട് അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായിട്ട് സമ്മാനമായിട്ട് നൽകിയതിന് ശേഷമാണ് ഈശോ കാൽവരിയിൽ മരിച്ചത് അല്ലേ. ഇനി ഇപ്പോൾ ഞാൻ ഒരു കഥയല്ല, ഒരു ചരിത്ര സംഭവം ഓർക്കുകയാണ്. ലൂർദ് കേട്ടിട്ടുണ്ടോ? ലൂർദ് കേട്ടിട്ടുണ്ടോ? എന്താ ലൂർദിന്റെ പ്രത്യേകത? എന്താ? മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ബർണദീത്ത എന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ലൂർദ്. ഒരിക്കല് ലൂർദില് ഒരു ധ്യാനം, ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് ജന്മനാ തളർന്നു കിടന്നിരുന്ന ഒരു ശിശു, അപ്പൊ അവനെ എടുത്തുകൊണ്ട് അമ്മ ലൂർദിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ അമ്മയ്ക്കും കൊച്ചിനും വലിയ വിശ്വാസമുണ്ട്, ഈശോ എന്നെ സ്പർശിക്കും, ലൂർദിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വലിയ പ്രത്യാശയോടുകൂടിയാണ് പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമൊക്കെ വഹിച്ച് പ്രാർത്ഥനാപൂർവ്വം അവർ പോയി. അപ്പൊ അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തിട്ടില്ലേ? നമുക്ക് നമ്മുടെയൊക്കെ ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ചൊക്കെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം വെക്കാറുണ്ട് അല്ലേ. നമ്മൾ പ്രദക്ഷിണമായിട്ട് അല്ലെങ്കിൽ വരിയായിട്ട് നിൽക്കുന്നു, ദിവ്യകാരുണ്യവുമായിട്ട് വൈദികൻ നമ്മുടെ അടുത്തുകൂടെ വന്ന് ആശീർവദിക്കുന്ന ഒരു പുണ്യ നിമിഷങ്ങളാണ്. അപ്പൊ ആ നിമിഷങ്ങൾ വൈദികൻ ഓരോരുത്തരുടെയും അടുത്തുകൂടെ ഈശോയെ വഹിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഈ കുഞ്ഞും അമ്മയും വളരെ വിശ്വാസത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് സൗഖ്യം പ്രാപിക്കുന്നു. കൊച്ചു വലിയ പ്രതീക്ഷ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചിന്റെ അടുത്തെത്തി വൈദികൻ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം കൊടുത്തു. കൊച്ചു നോക്കുമ്പോൾ കൊച്ചിന് ഒരു വ്യത്യാസം വരുന്നില്ല. കൊച്ചിന്റെ അടുത്ത് നിന്ന് വൈദികൻ ഈശോയെ വഹിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ എന്തൊക്കെയോ അത്ഭുതങ്ങളും അല്ലെങ്കിൽ കുറേ പേർക്ക് രോഗശാന്തിയൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ചങ്ങ് ചെന്നപ്പോൾ കൊച്ചിന് വിഷമം കൊണ്ട് കൊച്ചു വിളിച്ചു പറഞ്ഞു, ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. കൊച്ചു വിളിച്ചു പറഞ്ഞ എന്താണ്? ഇത് വളരെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാണ് കൊച്ചു വിളിച്ചു പറയുന്നത്. ഈ വൈദികൻ ഇത് കേട്ടു. വൈദികൻ എന്ത് ചെയ്തു? അവിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് ആ കൊച്ചിന്റെ നേരെ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഒന്നുകൂടെ കൊടുത്തു. ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് വളരെ വാശിയോടുകൂടി വളരെ നിഷ്കളങ്കതയോടുകൂടി പറഞ്ഞ ആ കുഞ്ഞിന് ഒരു ആശീർവാദം കൂടി കൊടുത്തപ്പോൾ എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? ആ കുഞ്ഞ് സുഖം പ്രാപിച്ചു. ഇതൊരു ചരിത്ര സംഭവമായിട്ട് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ചരിത്ര സംഭവമാണ്. ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലായി? നമ്മൾ ചെറുപ്പത്തിലൊക്കെ കൂട്ടുകാരോടൊക്കെ പിണങ്ങുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. പറഞ്ഞിട്ടുണ്ടോ നിങ്ങള്? ഞാൻ നിന്റെ അമ്മയെ കാണട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കൂടി, നീ എന്നോട് വഴക്കുണ്ടാക്കി പറഞ്ഞു കൊടുക്കൂന്ന് പറയാറില്ലേ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അമ്മമാരോട് പറഞ്ഞു കൊടുത്ത? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അല്ലെ? വഴക്ക് പറയും അല്ലേ? അപ്പൊ അമ്മമാരുടെ പ്രത്യേകത എന്താ? നിങ്ങൾ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ ആരോട് ആദ്യം പറയുന്നത്? അമ്മയോടാണോ പറയുന്നേ? അതെയോ? അപ്പൊ നിങ്ങൾക്കൊരു ഉറപ്പുണ്ട് ആര് സഹായിക്കുമെന്ന്? അമ്മ സഹായിക്കുമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ഇതുപോലെയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലും. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം എന്തായിരുന്നു? കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയോട് ചേർന്ന് നിന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാന്നറിയാവോ? പരിശുദ്ധ അമ്മ. അവിടെ നടന്ന അത്ഭുതം എന്താണ്? വെള്ളം വീഞ്ഞാക്കി പകർത്തി. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി ഈശോ നൽകിയപ്പോഴും പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ നിമിഷവും മധ്യസ്ഥയായിട്ട് നമ്മുടെ കൂടെയുണ്ട് അല്ലേ? നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഇത് ആര് നമുക്ക് പ്രദാനം ചെയ്ത്? ഈ ജപം എങ്ങനെയാ കിട്ടിയത്? ആരെങ്കിലും മനുഷ്യര് നിർമ്മിച്ച അല്ലെങ്കിൽ എഴുതിയ പ്രാർത്ഥനയാണോ? അല്ല. പിന്നെ ആര് നൽകിയ പ്രാർത്ഥനയാണ്? മാലാഖ. ഏത് മാലാഖ? ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്ത് ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നുള്ള. ആ നിമിഷം പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അല്ലെ? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിട്ട് വചനം മാംസമായിട്ട് അമ്മയുടെ ഉദരത്തിൽ സംവഹിച്ചു. ഈ വചനം മാംസമായതാണ് ആര്? ഈശോ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ വീടുകളില് എപ്പോഴും അല്ലെങ്കിൽ തെറ്റാതെ ചൊല്ലുന്ന ക്രിസ്തീയ പാരമ്പര്യമായ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്?
എല്ലാരും വീടുകളിൽ ജപമാല ചൊല്ലാറുണ്ടോ? നിങ്ങൾ പരിശുദ്ധ അമ്മയോട് വ്യക്തിപരമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടിയതായിട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. ടെസ്സയ്ക്ക് ഓർമ്മയുണ്ട്. എന്താ ഒന്ന് പറഞ്ഞേ. മാത്സ് എനിക്ക് വളരെ പാടുള്ള ഒരു വിഷയമാണ്. ഞാൻ മാത്സ് പഠിക്കാനിരിക്കുന്ന പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ്. മാത്സിന്റെ എക്സാമിന്റെ അന്ന് ഞാൻ രാവിലെ പള്ളിയിൽ പോയി മെഴുതിരി കത്തിച്ച് പരിശുദ്ധ അമ്മയോട് മാത്സ് എനിക്ക് പാടുള്ള ഒരു വിഷയമാണ്, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയമായിരുന്നു മാത്സ്. എനിക്ക് മാർക്ക് വന്നപ്പോൾ പ്രതീക്ഷിതരെക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി മാത്സിന്. ഓക്കെ, മാത്സിന് അല്ലേ? ടെസ്സയ്ക്ക് ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ പരിശുദ്ധ അമ്മയുടെ വലിയ. അപ്പം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. ഇങ്ങനെ ഒത്തിരി മക്കൾക്കുണ്ട്. ജന്മപാപമില്ലാതെ ജനിച്ച ഏക വ്യക്തി ആരാണ്? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുന്ന തിരുനാളുകൾ ഏതൊക്കെയാണ്? പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ, പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏതൊക്കെയാണ്? ജനന തിരുനാള്, സ്വർഗ്ഗാരോപണ തിരുനാള്, അമലോത്ഭവ തിരുനാള്. പിന്നെ 2 മാസങ്ങൾ പ്രത്യേകമായിട്ട് നീക്കി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഏത് മാസമാ? മെയ് മാസമാണല്ലോ അല്ലേ? നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചൊല്ലാറുണ്ട്. പിന്നെ ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട് ഒക്ടോബർ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളാണ്. അപ്പൊ ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ പരിശുദ്ധ അമ്മ നമ്മളെ അതുപോലെ ഈശോയിലേക്ക് അടുപ്പിക്കും, എല്ലാവിധ തിന്മകളിൽ നിന്ന് നമ്മളെ കാത്തു സംരക്ഷിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലുത്തിനിയായിൽ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ചൊല്ലുന്നുണ്ടല്ലേ? രോഗികളുടെയും പാപികളുടെയും സങ്കേതം അല്ലെ, തിരുസഭയുടെ രാജ്ഞി, കന്യകമാരുടെ രാജ്ഞി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പൊ അത് പരിശുദ്ധ അമ്മ നമുക്ക് സാധിച്ചു തരുന്ന ഈ മധ്യസ്ഥതയിലൂടെ ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളും നന്മകളുമാണ്. പരിശുദ്ധ അമ്മയെ കുറിക്കുന്ന ഒരു നല്ലൊരു വീഡിയോ നമുക്കിപ്പോ ഒന്ന് കണ്ടാലോ?
ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? നമ്മൾ എന്താ വീഡിയോയിൽ എന്താ കണ്ടേ? പരിശുദ്ധ അമ്മയെ കുറിച്ച്. പരിശുദ്ധ അമ്മയെ അല്ലെ, പരിശുദ്ധ അമ്മയെ ദേവാലയത്തിലേക്ക് പോകുന്ന രംഗം മുതല്, ഈശോയുടെ ജനനം മുതല്, ഈശോയോട് ചേർന്ന് നിന്ന് അനുഗമിച്ച പരിശുദ്ധ അമ്മയെ, ഈ പരിശുദ്ധ അമ്മയെ തന്നെയാണ് കുരിശിൻ ചുവട്ടിൽ വെച്ച് നമുക്ക് സമ്മാനമായിട്ട് ഈശോ നൽകിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആർക്ക് ഉത്തരവാദിത്വം ഉണ്ട്? അമ്മയ്ക്ക്. പരിശുദ്ധ അമ്മയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ അമ്മയോടുള്ള കുറച്ചുകൂടെ ഒരു ഭക്തി, അല്ലെങ്കിൽ അമ്മയെ കുറച്ചുകൂടെ ഒന്ന് വണങ്ങാൻ നിങ്ങൾ പരിശ്രമിക്കുവോ? എപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് മുതൽ എപ്പോഴും അമ്മയെ കൂട്ടുപിടിച്ച് നടക്കണം. സഭയിലെ വിശുദ്ധരെല്ലാവരും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ചവരാണ്. എങ്കിൽ ഒന്ന് കണ്ണടച്ച് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിശുദ്ധ അമ്മയുടെ രൂപം, പുഞ്ചിരിയോടുകൂടി അമ്മ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നു. ആ അമ്മയെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഏറെ ഭക്തിയോടുകൂടി മാലാഖ അഭിസംബോധന ചെയ്ത ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒന്ന് അർത്ഥം മനസ്സിലാക്കി നമുക്കൊന്ന് ചൊല്ലിയാലോ? നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രാർത്ഥനാ നിയോഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ അമ്മയെ ഒന്ന് മനസ്സിലേക്ക് ധ്യാനിക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഏറെ വിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമീൻ. നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, ഇപ്പോഴും അല്ലെ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. എങ്കിൽ നമ്മുടെ മരണസമയത്ത് ആര് കൂടെ ഉണ്ടാകും? പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. ആ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. ഇനി അമ്മ കാനായിലെ കല്യാണ വിരുന്നില് അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ടാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് അല്ലേ. ആ അത്ഭുതത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു നല്ലൊരു ആക്ഷൻ സോങ് നമ്മുടെ കൂട്ടുകാരോടൊത്ത് നമുക്കൊന്ന് ആടിപ്പാടി കളിച്ചാലോ? കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൂടുതൽ മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം, വിശുദ്ധിയുള്ള മക്കളായി വളരാം. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസാനമായി നമുക്ക് അമ്മയുടെ കരം പിടിച്ച് ഒരു ആക്ഷൻ സോങ് കളിച്ചാലോ? ആർ യു റെഡി? കണ്ടോ കൽഭരണിയിൽ അത്ഭുത വീഞ്ഞ്, കാനായിലൊരു നാട്ടിൽ അങ്ങൊരു കല്യാണ വീട്ടിൽ. കണ്ടോ കൽഭരണിയിൽ അത്ഭുത വീഞ്ഞ്, കാനായിലൊരു നാട്ടിൽ അങ്ങൊരു കല്യാണ വീട്ടിൽ. ഡും 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 പട 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 ഡും 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 പട 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 മണവാളനും മണവാട്ടിയും എത്തിയോയ്. ഹോയ് ഡും 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 പട 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 ഡും 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 പട 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 മണവാളനും മണവാട്ടിയും എത്തിയോയ്. ഹോയ് ഗംഭീരനാണേ വരൻ സുന്ദരനാണേ, ശാലീനയാണേ വധുവൊരു സുന്ദരി മോളാണേ. ഹായ് ഹായ് കണ്ടോ നമ്മുടെ ഈശോയുണ്ടവിടെ, ദേ ദേ മോനോടൊപ്പം മാതാവുമുണ്ടേ. ഡും 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 പട 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 ഡും 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 പട പട പട. ഒത്തിരിയുണ്ടേ ചുറ്റിലുമുണ്ടേ ഉറ്റവരെല്ലാരും, ഒരു കൂട്ടം ജനമുണ്ടാ കല്യാണ വീട്ടിൽ. തുര വിഞ്ഞു വിളമ്പി ഗുള വിഞ്ഞു കുടിച്ച് ചറ പറ പറ സൊറ പറഞ്ഞ് എന്തൊരു സന്തോഷം, അരങ്ങിൽ എന്തൊരു സന്തോഷം. ഇത്തിരി നേരമതാ എന്തോ കുശുകുശുക്കുന്നു, എന്തു പിടഞ്ഞമ്പോ അണിയറാകെ അലങ്കോലം, എന്തു പിടഞ്ഞമ്പോ അണിയറാകെ അലങ്കോലം. അയ്യോ കഷ്ടം, ഇനി എന്തു ചെയ്യും? തീർന്നു പോയി വീഞ്ഞു, തീർന്നു പോയി അപമാനമായ
പുത്തൻ വീയു പകരേണം ദും 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 പട 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 ദും 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 പട 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 കല്യാണ നാളിൽ ആരായിൽ അത്ഭുതമുണ്ടായി ദും 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 പട 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 ദും 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 പട 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 കല്യാണ നാളിൽ ആരായിൽ അത്ഭുതമുണ്ടായി കല്യാണ നാളിൽ ആരായിൽ അത്ഭുതമുണ്ടായി കല്യാണ നാളിൽ ആരായിൽ അത്ഭുതമുണ്ടായി അമ്മയോട് ചേർന്ന് ചിന്തിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ മനോഹരമായി പൂർത്തിയായി. ഇനിയും ഞങ്ങൾ വരും അടുത്ത ആഴ്ച. എല്ലാവരും ഉണ്ടാകണേ. ബൈ ബൈ. ഈശോയുടെ കുഞ്ഞുമക്കളെ, അപ്പൊ ഇന്ന് സിസ്റ്റർ ഈ കോൺസെൻട്രേഷനുമായിട്ട് ഏകാഗ്രതയുമായിട്ട് മുൻനിർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്റെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എല്ലാരും ഗെയിമിന് റെഡിയാണോ? നല്ല സ്പീഡായിട്ട്, നല്ല ഉഷാറായിട്ട്, നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ചെയ്തേ. എന്നീശോയേ, എന്റെ പൊന്നീശോയേ, കൂട്ടുകൂടി